ഇന്ന് ഞാനിവിടെ പാനിപൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് പൂരി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: അരക്കപ്പ് മൈദ, അരക്കപ്പ് റവ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഇനി ഇത് കുഴച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന മൈദയും റവയും ഒരു നുള്ള് സോഡാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം. ഇതിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി പാനിപൂരിയിലേക്ക് ചേർക്കാനുള്ള സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് 7 സീഡ്ലെസ് ഡേറ്റ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള ശർക്കരപ്പാനി, 3 ടേബിൾ സ്പൂൺ നല്ല കട്ടിക്കുള്ള പുളിവെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ പുളിവെള്ളവും ശർക്കരപ്പാനിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ചേർക്കാനുള്ള സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി പാനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാനി ഉണ്ടാക്കാനായിട്ട് 1 പിടി പുതിനയില, 1 പിടി മല്ലിയില, 1 നാരങ്ങയുടെ നീര്, 1 പച്ചമുളക്, 1 ചെറിയ പീസ് ഇഞ്ചി, ഇത് ഇത്രയും കൂട്ടിയിട്ട് ഇനി അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷമാണ് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുന്നത്. മിക്സിയുടെ ഒരു ജാറിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന പുതിനയില ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ മല്ലിയിലയും ഈ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 നാരങ്ങയുടെ നീരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഈ ബാക്കി വന്നിരിക്കുന്ന ഈ പേസ്റ്റ് കളയരുത്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിനി ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കും. ഈ പാനിയിൽ ചേർക്കേണ്ട പൊടികൾ: 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 കപ്പ് നല്ല കട്ടിയുള്ള പുളിവെള്ളം, 4-5 ഗ്ലാസ് വെള്ളം. ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ജ്യൂസിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്തൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ട പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാനിപൂരിയുടെ ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ: 4 പൊട്ടറ്റോ പുഴുങ്ങി എടുത്തു വച്ചിട്ടുണ്ട്, പിന്നെ 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പ് കടല വേവിച്ചത്. ഇത് നമ്മൾ പാനി ഉണ്ടാക്കിയതിൻ്റെ മിച്ചം വന്ന പേസ്റ്റാണ്. ഇതിലേക്ക് വേണ്ട പൊടികൾ: 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇനി ഇത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കടലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പാനി ഉണ്ടാക്കിയിട്ട് മിച്ചം വന്ന ആ പേസ്റ്റും എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്
എടുക്കാം. പാനിപ്പൂരിയുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പാനിപ്പൂരിയുടെ ഫില്ലിങ്, സോസ്, പാനി ഇത് ഇത്രയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി പൂരി ഉണ്ടാക്കിയെടുക്കാം. ഇതിവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം. ടേബിൾ കൗണ്ടർ നന്നായി തുടച്ചിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന മാവ് വെച്ചിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ചെറിയ റൗണ്ടായിട്ട് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഓരോന്നും ഇതുപോലെ ഇതിൽ നിന്ന് മാറ്റാം. ഇതിവിടെ എല്ലാം പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന ഓരോ പൂരി ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് പതുക്കെ ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് നമുക്കിതിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള പൂരിയും നമുക്ക് ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാനിപ്പൂരി ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.